ഹലോ ഫ്രണ്ട്സ്, വെക്കേഷനൊക്കെ ആവാറായി. മക്കളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി വരുമ്പോൾ വിശക്കണോ അമ്മ എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ. പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു അടിപൊളി കിഡിലൻ ഡിഷ് ഉണ്ടാക്കിയാലോ, ഒരു അടിപൊളി സ്നാക്സ്, ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കിയാലോ. ഒരു പണിയിൽ എളുപ്പമാണ്. ഞാനിവിടെ അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കുഞ്ഞ് അമൃതം പൊടി കഴിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ബാലവാടിയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. അമൃതം പൊടി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ എടുക്കാം കേട്ടോ. ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ള് നെയ്യും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് അമൃതം പൊടി ഇട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിന് ഫില്ലിംഗ് ആട്ടോ വേണ്ടത്. അതിന് കുറച്ച് കപ്പലണ്ടിയില്ലേ, നമ്മുടെ നിലക്കടല ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതേ ജാറിലേക്ക് തന്നെ നാളികേരവും ശർക്കര ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലെ ഫില്ലിംഗ് ആയിട്ട് വെച്ചെടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്കോ അത് മാറ്റിയെടുക്കാം. അങ്ങനെ മാറ്റിയെടുത്തിട്ട് ഇത് നല്ലൊരു ഹെൽത്തി ഡിഷാട്ടോ, ഒരു ഹെൽത്തി സ്നാക്കാണ്. വറുത്ത് കോരോ അല്ലെങ്കിൽ എണ്ണയിലൊന്നുമല്ല ഉപയോഗിക്കുക. നമ്മൾ ഇത്തിരി നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. അത് ഏതൊരു കുഞ്ഞിനും ഏതൊരു പ്രായമുള്ള ആൾക്കും ഒരു ഷുഗർ പേഷ്യൻറ്റും ഒക്കെ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. ഷുഗറിന് ശർക്കര അത്ര വലിയ ബുദ്ധിമുട്ടൊന്നല്ല, കുഴപ്പമില്ലാതെ കൊടുക്കാം. ഇനി റൗണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയിട്ട് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് ആവി കയറ്റിയെടുത്താൽ മതി. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തൊരു രസമാണെന്നറിയോ. ഒരു ഇലയിലൊക്കെ വെച്ച് ഇങ്ങനെ നല്ലപോലെ ആവി കയറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണവും ഒരു ഫ്ലേവർ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും മക്കൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. പ്ലേറ്റ് കാലിലാവണം തന്നെ അറിയില്ല. ഇതിൽ ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ ഏലക്കായോ അല്ലെങ്കിൽ ജീരകമൊക്കെ പൊടിച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കും. നമ്മളൊരു അട ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ഏകദേശം അതുപോലെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും.